പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മളൊരു ചെറിയ ഡപ്പയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കടുകിനെ പറ്റിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, കടുക് മണിയോളം ഉള്ളു അവൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ചെറിയ വസ്തുവാകുന്ന കടുക്, ആ കടുകിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ എന്തിനാണ് കടുക് ഉപയോഗിക്കുന്നത്? താളിപ്പിന് വേണ്ടി, താളിക്കാൻ വേണ്ടി, കറികളൊക്കെ താളിപ്പിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ഒന്നിനും നമ്മളത് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ അറിയാത്ത കടുകിൻ്റെ അനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഏകദേശം 15ഓളം ആരോഗ്യ ഗുണങ്ങൾ കടുകിൻ്റെ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂടാതെ കടുക് അമിതമായി ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം, അതും നമ്മൾ പറയുന്നുണ്ട്. കടുകിനെ നമ്മൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു വസ്തുവാണ് കടുകിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കടുകെണ്ണ. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? കടുകെണ്ണ തലയിൽ തേക്കാമോ? കടുകെണ്ണ ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാമോ? വിശദമായ ഒരു സംശയ നിവാരണവും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ഇഹപര വിജയങ്ങൾ നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തിരിപ്പോന്ന കടുകിൻ്റെ ഒത്തിരിപ്പോന്ന ഗുണങ്ങളാണ്. നമ്മളൊക്കെ വീടുകളിൽ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കടുക്, അല്ലേ? കറുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടയായിരിക്കുന്ന ആ വസ്തു, അതാണ് കടുക്. എല്ലാ വീട്ടിലും കടുക് ഉണ്ടാവും. ഒരു ചെറിയ ഡപ്പിയിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. സാധാരണ എല്ലാ വസ്തുക്കളെക്കാളും നമ്മൾ കൂടുതലായി മൈൻഡ് ചെയ്യാത്ത ഒരു വസ്തു കൂടിയാണ് കടുക്. ഇപ്പോൾ ജീരകം, അത് നമ്മൾ വെള്ളം തിളപ്പിക്കാനും അതല്ലാതെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനും ഒക്കെ ആയിട്ട് ജീരകം നമ്മൾ എടുക്കാറുണ്ട്. ഉപ്പ് നമ്മൾ അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. പഞ്ചസാരയും ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കടുകെന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഡപ്പിയിൽ ഉണ്ടാകും. അതെപ്പോഴാണ്? നമ്മുടെ ഈ കറികളൊക്കെ താളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ താളിപ്പിന് വേണ്ടി, രുചി കൂട്ടാൻ വേണ്ടി മാത്രം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഒരു ചെറിയ ടിന്നിൽ നമ്മൾ സൂക്ഷിക്കുന്ന കടുക്. കടുക് 3 തരത്തിലുണ്ടെന്നാണ്. ഒന്ന്, കടുത്ത തവിട്ട് നിറത്തിലുള്ള കടുക് ഉണ്ട്. അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള കടുകിനെ കാണാം. അതുപോലെ മൂന്നാമത്തേത് ബംഗാള്, ഒറീസ, ഇവിടെ നിന്നൊക്കെ വരുന്ന വെളുത്ത നിറത്തിലുള്ള കടുകുണ്ട്. അപ്പോൾ ഈ കടുക് അത് നമ്മൾ നിത്യ ഉപയോഗ വസ്തു കൂടിയാണ്. ഏത് കറിയിലും നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മളൊരു മുട്ടക്കറി വെച്ചാൽ, കടലക്കറി വെച്ചാൽ, അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി വെച്ചാലോ പച്ചക്കറി വെച്ചാലോ നമ്മൾ കടുക് താളിക്കാൻ ഇടാറുണ്ട്. ഉച്ചക്ക് നമ്മൾ മീൻകറി ആണെങ്കിൽ അല്ലെങ്കിൽ സാമ്പാർ ആണെങ്കിൽ അതിലും കടുക് ഉണ്ടാകും. വൈകിട്ട് നമ്മളിപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പോ ചോറോ എന്താണ് കഴിക്കുന്നത്, അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിലും നമ്മൾ സാധാരണയായി കടുക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പുരാതന കാലം മുതലേ കടുക് മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കടുക് ഉപയോഗിക്കുന്നതെന്ന് ലോക അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കടുക് ഉപയോഗിക്കുന്ന രാജ്യം അത് ഇന്ത്യ തന്നെയാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ കടുക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ പെട്ട ഒന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ്. സാധാരണ ഈ നമ്മൾ താളിക്കാൻ വേണ്ടി, രുചി കൂട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് പലപ്പോഴും നമ്മൾ കടുകിനെ കാണുന്നതെങ്കിൽ ഇന്നു മുതൽ മനസ്സിലാക്കിക്കോ, കടുകെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കറി താളിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുമ്പോൾ കിടകിടകിടാന്നും പറഞ്ഞിങ്ങനെ പൊട്ടി നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കുന്ന ഒരു വസ്തു, അല്ലേ? പലർക്കും കടുക് താളിക്കുന്നത് ഇഷ്ടമല്ല. പലർക്കും കടുക് കറിയിലിടുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്, ഒരുപാട് പേര്. എന്നെ സംബന്ധിച്ചിടത്തോളം മീൻകറി ആവട്ടെ, സാമ്പാർ ആവട്ടെ, മറ്റു കറികളാണെങ്കിലും കടുക് ഒന്ന് ഇട്ടാലാണ് എനിക്കിഷ്ടം. എൻ്റെ കാര്യം പറയാം, എനിക്കിഷ്ടം അങ്ങനെയാണ്. പലർക്കും പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് കടുക് ഇഷ്ടമല്ലായിരിക്കാം. എന്തുമാവട്ടെ, കടുക് എന്ന് പറഞ്ഞാൽ താളിപ്പിന് വേണ്ടി മാത്രമുള്ളൊരു വസ്തുവല്ല, മറിച്ച് ആരോഗ്യപരമായ അനവധി ഗുണങ്ങൾ നമ്മെ തേടിയെത്തുന്ന ഒരു വസ്തുവാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന കടുക്. അച്ചാറിലൊക്കെ നമ്മൾ കടുക് ഇടാറുണ്ട്. എന്താണ്? വേഗത്തിൽ പൂപ്പൽ വന്ന് കേടാവാതിരിക്കാൻ അച്ചാറിലൊക്കെ നമ്മൾ കടുക് സാധാരണയായിട്ടൊക്കെ ഇടാറുണ്ട്. ഈ കടുകിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മൾ ഉപയോഗിക്കുന്ന ഈ കടുകിൽ സെലീനിയം, മഗ്നീഷ്യം ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചെറിയ ആ വസ്തുവിൽ അല്ലാഹു തആല നിരവധി ഗുണങ്ങളാണ് പടച്ചോൻ വെച്ചിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ചെറിയ കടുകിൽ വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നല്ല തടിയുള്ള ആളുകൾ തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കടുക് ഉപയോഗിക്കുക. ആർത്തവ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ഈ കടുക്. അതുപോലെ തന്നെ BP കുറയ്ക്കാൻ, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, മൈഗ്രെയിൻ തലവേദന ഉണ്ടല്ലോ, തലവേദനയിലെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള തലവേദനയാണ് ഈ മൈഗ്രെയിൻ തലവേദന. ആ തലവേദനയുടെ പ്രശ്നങ്ങൾ മാറാൻ, അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, മുഖക്കുരുവിനെ എത്രത്തോളം ക്യാൻസർ രോഗം പോലും തടയാനുള്ള ഒരു വലിയ കഴിവ് ഈ കടുകിൽ അള്ളാഹു താല വെച്ചിട്ടുണ്ടെന്നാണ്. ഹൃദ്രോഗം, അതുപോലെ തന്നെ മോണവീക്കം, ചുണ്ട് പൊട്ടുക, വരണ്ടു പൊട്ടുക, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവാണ് കടുക്. ഈ കടുകിനെ നമ്മൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വസ്തുവാണ് കടുകിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കടുകെണ്ണ. ഈ കടുകെണ്ണ സത്യം പറഞ്ഞാൽ നമ്മൾ കേരളക്കാർ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കടുകെണ്ണ നമ്മൾ ഭൂരിപക്ഷവും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. പിന്നെ നമ്മുടെ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ പാക്കറ്റുകളിൽ വരുന്ന വെളിച്ചെണ്ണയെ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഉസ്താൻ എങ്ങനെ പറയാം, അപ്പോൾ സാധാരണ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല പ്യൂർ വെളിച്ചെണ്ണയാണെങ്കിൽ 480 അല്ലെങ്കിൽ 420 410 രൂപയൊക്കെ കൊടുക്കണ്ടേ. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും നമ്മൾ വെറുതെ വിഷം വാങ്ങി നമ്മൾ ഉപയോഗിക്കരുത്. ചില ഉമ്മമാരുണ്ട് എല്ലാ പച്ചക്കറിയൊക്കെ കഴുകി ശുദ്ധിയാക്കി നല്ല വെടിപ്പാക്കി, നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള കറിവേപ്പില അതുപോലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയാണ് കറിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അവരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വസ്തുവാണ് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് വെളിച്ചെണ്ണകൾ. അതിലൊക്കെ റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടാകും. റിഫൈൻഡ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം അത് ചീത്ത മോശപ്പെട്ട കൊപ്ര അത് വെച്ചിങ്ങനെ ഉണ്ടാക്കി അതിൽ നിറവും മണവും ഒക്കെ കൂട്ടാൻ വേണ്ടി ഒരുപാട് രാസവസ്തുക്കൾ ചേർത്താണ് ഇന്ന് വിപണിയിൽ ഭൂരിഭാഗം വെളിച്ചെണ്ണയും വരുന്നത്. പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഒരുപാട് പാം ഓയിൽ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം നമ്മൾ വീട്ടിലെങ്കിലും നമ്മൾ കുറക്കണം. പുറത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഹോട്ടലാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ അവിടെയൊക്കെ കല്യാണത്തിന് പോലും നമ്മൾ എന്താണ് ഈ പാം ഓയിലും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു എന്താ പറയുക, ഒരു നിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉണർത്തലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത്, കടുകെണ്ണ സാധാരണ നമ്മുടെ നാടുകളിലേക്ക് ഉപയോഗിക്കൽ കുറവാണ്. ഉത്തരേന്ത്യൻ ആളുകളൊക്കെ അവർ കടുകെണ്ണ ഭക്ഷണത്തിലും എന്തിനേറെ ശരീരത്തിലും തലയിലൊക്കെ പുരട്ടാൻ വേണ്ടി അവർ കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന സഹോദരന്മാരുണ്ടല്ലോ, അല്ല ഭായിമാരെന്നൊക്കെ നമ്മൾ പറയൂലേ, ഞാനത് കുറ്റമായിട്ടൊന്നും പറയല്ല. ഇപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ വരുന്ന ഈ ഭായിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ മുസാഫഹ ചെയ്യും, നമ്മളെ മുആനക്ക ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തൊക്കെ അവർ അത്തർ തേക്കുന്നത് പോലെയാണ് അവരുടെ തലയിൽ നിന്നും ഈ കടുകെണ്ണയുടെ മണം ഉണ്ടാകും, കടുകെണ്ണയുടെ സ്മെല്ലുണ്ടാകും. കാരണം എന്താണ്, അവർ അതിൻ്റെ ആരോഗ്യ ഗുണം മനസ്സിലാക്കിയിട്ടാവാം, അല്ലാഹു ആലം, അല്ലെങ്കിൽ തന്നെ അവരിങ്ങനെ തലയിലൊക്കെ കടുകെണ്ണ തേക്കാറുണ്ട്. അതിന് വലിയ ഗുണമുണ്ടെന്നാണ്. കടുകെണ്ണ ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. സത്യത്തിൽ കേരളക്കാർ നമ്മളത് ഉപയോഗിക്കാറില്ല, അത് ഉപയോഗിക്കണമെന്നാണ്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ വേദനയുള്ള സ്ഥലത്ത് ഈ കടുകെണ്ണ വേദനയുള്ള സ്ഥലത്ത് പുരട്ടിയാൽ വേദന ശമിക്കുമെന്നാണ്. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് കടുകെണ്ണ നല്ലതാണ്. കടുകെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാരണമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മാറി ഹൃദയത്തിന് ആരോഗ്യം കൂട്ടാൻ കടുകെണ്ണ നല്ലതാണ്. ഒന്ന്, ഒലീവ് എണ്ണ. ഏറ്റവും നല്ല എണ്ണ എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിലാണ്, ഒലീവ് എണ്ണയാണ്. രണ്ടാമത്തേത് എന്താണ്, ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല കൊപ്ര ആട്ടിയിട്ടുണ്ടാകുന്ന വെളിച്ചെണ്ണ. പണ്ടൊക്കെയുള്ള ഈ കൊപ്ര ആട്ടി കഴിഞ്ഞിട്ടുള്ള ഈ പിണ്ണാക്കൊക്കെ അല്ലേ, അത് കഴിക്കുമ്പോൾ നല്ല രുചിയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പിണ്ണാക്കും കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ നമുക്ക് ഇട്ട് കഴിക്കാനും പറ്റില്ല, മണ്ണ് കടിക്കും. എന്താണ്, അത് കഴുകി ശുദ്ധിയാക്കാത്തതാണ്. അല്ലെങ്കിൽ എന്താണ്, അത് വൃത്തി ഇല്ലാത്ത അല്ലെങ്കിൽ ചീത്തയായ കൊപ്രയൊക്കെയാണ് ഇപ്പോൾ ആട്ടിയിട്ട് മില്ലുകളിൽ കൊണ്ടുവന്ന വെളിച്ചെണ്ണയായിട്ട് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. പിന്നെ മൂന്നാമത്തേത് കടുകെണ്ണയാണ്. ഇതാണ് എണ്ണകളിൽ ഏറ്റവും നല്ലതെന്നാണ്. ഒലിവെണ്ണ, അതുപോലെ കടുകെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈ കടുകെണ്ണയ്ക്ക് സാധിക്കുമെന്നാണ്. മാത്രമല്ല എല്ല്, പല്ല്, നഖം, മുടി, ഇതിനൊക്കെ കടുകെണ്ണ ഉപയോഗിക്കുന്നത് മൂലം ബലമുണ്ടാകുന്നതാണ്. അല്പം തലയിലൊക്കെ കടുകെണ്ണ തേച്ചാൽ നല്ല ഗുണം കിട്ടുമെന്നാണ്. പിന്നെ നമ്മൾ ആഹാര സാധനങ്ങൾ, സാലഡ്, അച്ചാറ്, ചട്നി, ഇവയിലൊക്കെ കടുകെണ്ണയും കടുകും ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശ്വാസം മുട്ടിന് കടുക് ഉപയോഗിക്കൽ നല്ലതാണ്.
കടുക് അരച്ച് റോസ് വാട്ടറുമായി ചേർത്തിട്ട് ശരീരത്തിൽ തേക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം അത് ഇല്ലാതാക്കാൻ കടുകെണ്ണ നല്ലതാണ്, തേച്ചു പിടിപ്പിക്കൽ നല്ലതാണ്. കടുകെണ്ണയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് നെഞ്ചിന്റെ ഭാഗത്തും അതുപോലെ നെഞ്ചിന്റെ പുറത്തുമൊക്കെ തേക്കുന്നത്, മസാജ് ചെയ്യുന്നത് കഫം ഇളകി പോവാൻ നല്ലതാണ്. പിന്നെ തിളക്കുന്ന വെള്ളത്തിൽ കടുകെണ്ണ അല്പം ഒഴിച്ചിട്ട് ആവി പിടിക്കുക, പനി, ജലദോഷം, അലർജിയൊക്കെ മാറാൻ നല്ലതാണ്. കടുകെണ്ണ തേച്ച് ശരീരം മസാജ് ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചുണ്ട് വിണ്ടുകീറുന്ന പ്രശ്നം അത് ഒഴിവാക്കാൻ, ഈ ചുണ്ട് ഇങ്ങനെ വിണ്ടുകീറൂലേ, ആ പ്രശ്നം ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ വിണ്ടുകീറിയിരിക്കും, നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ചുണ്ടൊക്കെ ഇങ്ങനെ വിണ്ടുകീറും, മുഖമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വിണ്ടുകീറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ പൊക്കിളിന്റെ കുഴിയിൽ 2 തുള്ളി കടുകെണ്ണ തേച്ചിട്ട് ഉറങ്ങുക എന്നാണ്. ചുണ്ട് വിണ്ട് കീറുന്നത് മാറും. അപ്പൊ ചുണ്ടിലല്ല തേക്കേണ്ടത്, അല്ല, അത് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഈ പൊക്കിളിന്റെ ഭാഗത്ത് തേക്കണമെന്നാണ്. പിന്നെ ഈ പല്ലിന്റെ മഞ്ഞ കളർ മാറാൻ കടുകെണ്ണ 1 സ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പ് അത് മിക്സാക്കി കുഴമ്പ് രൂപത്തിലാക്കി പല്ലിലും മോണയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. പല്ലിന്റെ മഞ്ഞ നിറം മാറാൻ കടുകെണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ കടുകെണ്ണ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഉപ്പ്, ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് പല്ലിലും മോണയിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മോണ വീക്കം, അതുപോലെ തന്നെ പല്ലിൻ്റെ മഞ്ഞക്കറ അതൊക്കെ മാറുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർമാർ പറയുന്നു കടുകെണ്ണ, കടലമാവ്, നാരങ്ങാ നീര് ഇതൊക്കെ എടുത്ത് കുഴമ്പാക്കിയിട്ട് മുഖത്ത് കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക. ഈ നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെയുള്ള കറുപ്പ് നിറം മാറാനും അതുപോലെ തന്നെ കുരുക്കൾ മാറാനും കരിവാളിപ്പ് മാറാനും ഒക്കെ നല്ലതാണ്. പല്ലുവേദന വന്നാൽ കടുക് പൊടിച്ചിട്ട് പല്ലിൽ തേച്ച് പിടിപ്പിക്കുക. ഇപ്പം നല്ല പല്ലുവേദന ഉണ്ടെങ്കിൽ കടുക് എന്ത് ചെയ്യുക, അത് പൊടിച്ചിട്ട് അത് ആ പല്ലിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക, വേദന ശമിക്കുമെന്നാണ്. കടുകെണ്ണ തലയിൽ തേക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യക്കാരൊക്കെ അവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് കടുകെണ്ണ. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. തലകറക്കം അത് ഒരുപാടാവരുത് കേട്ടോ, ഒരുപാടായാൽ തലകറക്കവും നീരിറക്കമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മളൊക്കെ അത് ഉപയോഗിക്കാത്തത്, അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞല്ല നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കടുകെണ്ണ വാങ്ങിച്ച് തല തേച്ച ചിലപ്പോൾ തലകറക്കം ഉണ്ടാവും. അത് പതിയെ നമ്മൾ ഉപയോഗിച്ച് വരിക. പിന്നെ കടുക് പച്ചക്ക് കടുക് എന്ത് ചെയ്യുക, നമ്മൾ അത് എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ ചുമ്മാ ചവച്ച്, ചിലപ്പോൾ ഒരു ചവർപ്പൊക്കെ ഉണ്ടാകും, ആ ചുമ്മാ ചവച്ച് ഇറക്കുന്നത് അത് നിരവധി ഗുണങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. അതുപോലെ തന്നെ ഉപ്പുറ്റി വേദന, അതുപോലെ തന്നെ കാലിൽ നീര് വരിക, അതൊക്കെ കടുക് അരച്ച് തേച്ചിട്ട് കിടന്നുറങ്ങൽ നല്ലതാണ്. അപ്പോൾ കടുകിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അത് വിശദമായിട്ട് അവർ പറഞ്ഞു കടുക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. കടുകെന്നല്ല, ഒരു വസ്തുവും ഓവറായിട്ട് ഉപയോഗിച്ചാൽ അത് ഗുണത്തേക്കാൾ കൂടുതലായി ദോഷമായിരിക്കും നമുക്കുണ്ടാക്കുക. കടുക്, കടുകെണ്ണ, കടുകിൻ്റെ ഇല ഇതെല്ലാം ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെയോ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ കടുക് നല്ലതാണ്. ക്യാൻസർ ഇല്ലാതാക്കുന്ന കെമിക്കലുകൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ കടുകിന് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കടുകിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ കടുക് ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണത്തിലൂടെ ധാരാളമായിട്ട് നമുക്ക് ചെല്ലട്ടെ. അപ്പോൾ താളിക്കാനൊക്കെ എടുക്കുമ്പോൾ അല്പം കൂടുതൽ എടുത്താൽ അതെന്താണ്, നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ കടുകുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ പല ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഇതിനേക്കാൾ ഇപ്പം ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് ടിപ്സുകൾ, ഈ കടുക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ടിപ്സുകൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങളൊക്കെ അത് പല രൂപത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. എന്തുമാവട്ടെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഒരുപാട് നിഅമത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നല്ല ഭക്ഷണം എന്നുള്ളത്, നല്ല വസ്തുക്കൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ആരോഗ്യപരമായ പ്രയാസങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഇരുലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളില്ലാത്ത ഒരവസ്ഥ അല്ലാഹു തആല തന്നനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ രോഗങ്ങളില്ലാത്ത അവസ്ഥക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം. അതിന് നമ്മൾ എപ്പോഴും പറഞ്ഞു തരുന്നൊരു ദ്വായുണ്ടല്ലോ. ഏത് ദ്വായാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. ആ ദുആ മറന്നു പോകണ്ട കേട്ടോ. അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അതായത് ദുനിയാവും ആഖിറൊക്കെ വിജയിക്കാൻ വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. ആ ദുആ ഇങ്ങനെ പരമാവധി അധികരിപ്പിക്കുക, നമ്മുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാന. ഇനിയിപ്പോൾ കടുകിനെ പറ്റി പറഞ്ഞു, നമ്മൾ ജീരകം, അതുപോലെ ഉലുവ, അതിനൊക്കെ പറ്റി ഇഞ്ചി, വെളുത്തുള്ളി,
പാല്, തേന്, അതിനൊക്കെ പറ്റിയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, തക്കാളി, അതിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് വസ്തുക്കൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, പലർക്കും അത് അറിയില്ല. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പലതായിട്ട് പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങളും ദുഃഖ ദ്വാരക്കണം. അള്ളാഹു താല നമ്മളെല്ലാവരെയും സലാമത്തിലാക്കട്ടെ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.